പാഠം 213. കാളകൾ പ്രസവിക്കുമ്പോൾ. വലിയ പഠിത്തമാണല്ലോ. രാവിലെ ഒരു ചായ പോലും കിട്ടിയില്ല. മോഹനേട്ടാ, ചായ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു കുടിക്കേ. അങ്ങനെ അല്ലല്ലോ സാധാരണ. ഇന്ന് സാധാരണ ദിവസമല്ല മോഹനേട്ടാ. എനിക്ക് ഇന്നൊരു ഭയങ്കര കേസുണ്ട്. അത് ജയിച്ചാൽ എന്റെ രാജയോഗം തുടങ്ങുകയല്ലേ. സ്വന്തം ഭർത്താവിന് ചായ പോലും കൊടുക്കാതെ കേസ് വാദിക്കാൻ പോയാൽ ആ കേസ് ജയിക്കും എന്ന് നീ കരുതുന്നുണ്ടോ? കേസ് ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ വേഷം കിട്ടിയത്. മോഹനേട്ടൻ പ്രാഗിയാൽ ഞാൻ പേടിക്കുമെന്നോ ഈ കേസ് തോക്കുമെന്നോ കരുതണ്ട. ഓഹോ, സാറേ സാറേ, ഉത്തമ വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ. നമസ്കാരം സാറേ, സുഖം തന്നെയല്ലേ? എന്റെ സുഖം അന്വേഷിക്കാനാണോ ഉത്തമൻ കഷ്ടപ്പെട്ട് സ്കൂട്ടർ ഓടിച്ച് ഇതുവരെ വന്നത്? ഞാനിവിടെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഓടിപ്പിടിച്ച് വന്നത്. എന്ത് കാര്യം? സാർ, ആ വടക്കുംപുറത്തെ ശേഖരന്റെ കേസിൽ ഇടപെട്ടിരുന്നല്ലേ? ഇടപെട്ടു. അത് പ്രശ്നമായി സാറേ. ശേഖരൻ രണ്ടും കൽപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ആ കേസ് എന്താണ് എന്ന് ഉത്തമൻ അറിയാമോ? വ്യവസായ വകുപ്പ് പുതിയ IT പാർക്ക് നമ്മുടെ വില്ലേജിൽ ഉണ്ടാക്കുന്ന കാര്യം ഉത്തമൻ അറിയാലോ. ആ IT പാർക്കിനെ പറ്റിയൊരു സ്ഥലം കണ്ടെത്താൻ കളക്ടർ ഈ മോഹനകൃഷ്ണനോട് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സർക്കാർ പറഞ്ഞ പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എന്റെ റിപ്പോർട്ട് വായിച്ച കളക്ടർ അന്ന് പറഞ്ഞത് എന്താണ് എന്നറിയാമോ? മിസ്റ്റർ മോഹനകൃഷ്ണൻ, നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് എന്നല്ലേ? ഇതൊക്കെ സാർ എന്നോട് 10 പ്രാവശ്യത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പൊ പ്രശ്നം അതല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥൻ എന്നുള്ള പേര് സാറിന് നഷ്ടപ്പെടാൻ പോവുക. എങ്ങനെ? ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഈ മോഹനകൃഷ്ണൻ ഉത്തരവാദിത്തമുള്ള സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറാണ്. സാർ ഇങ്ങനെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും സത്യസന്ധനായ വില്ലേജ് ഓഫീസർ, സത്യസന്ധനായ വില്ലേജ് ഓഫീസർ എന്ന് പറയേണ്ട കാര്യമില്ല. എനിക്കറിയാലോ സാറ് സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണെന്ന്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ, വടക്കുംപുറത്തെ ശേഖരനുമായിട്ടുള്ള പ്രശ്നം വഷളായി. എന്തു വഷളാകാൻ? ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിയിൽ ശേഖരന്റെ 40 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അതിൽ അയാൾ ഫ്ളാറ്റ് കെട്ടാനുള്ള പരിപാടി ആലോചിച്ചു വരുമ്പോഴാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. അയാളുടെ 40 സെന്റ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല. അതാണ് പ്രശ്നം സാറേ. എന്ത് പ്രശ്നം? ഉത്തമ, നാട്ടിലെ ഭൂമി ആധാരപ്രകാരം വ്യക്തികളുടേതാണെങ്കിലും അതിന്റെ ശരിയായ ഉടമസ്ഥനാരാ? സർക്കാർ. ഉത്തമന്റെ വീടിരിക്കുന്ന ഭൂമിയും സർക്കാരിന്റേതാണ്. ഉത്തമൻ അത് ഉപയോഗിക്കുന്നതിന്റെ പ്രതിഫലമായിട്ടാണ് സർക്കാർ ഭൂമിയുടെ കരം എഴുതി വാങ്ങുന്നത്. സർക്കാരിന്റെ ഭൂമി ആയതുകൊണ്ട് തന്നെ നാട്ടിലെ ഏത് ഭൂമിയും സർക്കാർ ആവശ്യപ്പെട്ടാൽ വിട്ടുകൊടുത്തേ പറ്റൂ. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നു. അതാണ് പൊന്നിൻ വില. സർക്കാർ പൊന്നിൻ വില തന്നു കഴിഞ്ഞാൽ ഭൂമി വിട്ടുകൊടുത്തേ പറ്റൂ. ഉത്തമനായാലും ശേഖരനായാലും ഈ മോഹനകൃഷ്ണനായാലും. പക്ഷെ ഈ പറഞ്ഞ ശേഖരനെ രാഷ്ട്രീയത്തിന് വലിയ പിടിപാടാണ്. അയാൾ MLA വഴി മന്ത്രിയെ സ്വാധീനിച്ചു. ശേഖരന്റെ ഭൂമി എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് മന്ത്രി കളക്ടറോട് ചോദിച്ചു. കളക്ടർ എന്നെ വിളിച്ചിരുന്നു. ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഉറച്ചു നിന്നാൽ ഈ കാര്യത്തിൽ കളക്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശേഖരന് പറ്റുമല്ലോ. ശേഖരനെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. കേസോ? എന്ത് പറഞ്ഞ കേസ് കൊടുക്കും? സാറേ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ കേസ് കൊടുത്ത് ശേഖരൻ സ്റ്റേ വാങ്ങിയ IT പാർക്ക് തൽക്കാലത്തേക്ക് നിന്നു. സർക്കാർ കുട്ടിക്കോഷിച്ച് കൊണ്ടുവന്ന IT പാർക്ക് താമസിക്കാനുള്ള കാരണം വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ കടുംപിടുത്തമാണെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പരത്തുമെന്നാണ് ശേഖരന് MLA പറഞ്ഞിരിക്കുന്നത്. സാറേ, MLA പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും. നാട്ടുകാർ സാറിനെ ചീത്ത വിളിക്കും.
മോഹനകൃഷ്ണനെ നാട്ടുകാരെ കൊണ്ട് കല്ല് വെച്ച് എറിയിക്കുന്നു വരെ ഈ ശേഖരൻ പറഞ്ഞു. ഇതൊന്നും പറഞ്ഞ് മോഹനകൃഷ്ണനെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറാണ്. ഞാൻ ചെയ്തതൊക്കെ നിയമപ്രകാരം ശരിയുമാണ്. നിയമപ്രകാരം ശരിയായി ചെയ്തൊരു കാര്യത്തെ കോടതിക്കും സർക്കാരിനും എതിർക്കാൻ കഴിയുമോ? സാറേ, ഈ വാദിക്കുന്ന നല്ലൊരു വക്കീലാണെങ്കിലേ കോടതിയിൽ അവര് തന്നെ ജയിക്കും സാറേ. സർക്കാരിന്റെ വക്കീല് ചിലപ്പോൾ മനഃപൂർവ്വം തോറ്റു കൊടുത്തൊന്നും ഇരിക്കും. മന്ത്രി ശേഖരന്റെ പക്ഷത്താണേ. സർക്കാർ തോറ്റ സാറ് നാറും. ഇതുവരെ സാറിന് കൂട്ടുനിന്ന കളക്ടർ പോലും സാറിനെ തള്ളി പറയും. എന്തുവാ തോന്നിക്ക? ഞാനും വരാം. ഈ ശേഖരന്റെ വക്കീൽ ആരാണെന്ന് ആദ്യം അറിയണം. ബാക്കിയൊക്കെ പിന്നെ അതെ, പക്ഷെ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഞാനിങ്ങനെ എത്ര കേസ് കണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, കേസ് വാദിക്കുന്നത് ഞാനാണെങ്കിലും എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുന്നത് സദാനന്ദൻ സാറാണ്. സദാനന്ദൻ സാറിന് അറിയാലോ. എന്റെ പൊന്ന് ശേഖര, നിങ്ങളൊന്നും പേടിക്കാതിരിക്കും. സർക്കാരിന് എന്താ കൊമ്പുണ്ടോ? ശേഖര, നമ്മുടെ നാട്ടിൽ സർക്കാരിനെതിരെ ഇങ്ങനെ എത്ര കേസ് ആരൊക്കെ കൊടുത്തിരിക്കുന്നു. മിക്കവാറും സർക്കാർ തോക്കും. അതെ, സർക്കാർ വക്കീലന്മാരിൽ പകുതി പേർക്കും പണി അറിയില്ല. ചിലപ്പോ അത്യാവശ്യം ചില്ലറ വാങ്ങി തോറ്റു തരാനും അവർ തയ്യാറാവും. ഈ കേസിൽ ശേഖരന് സ്റ്റേ കിട്ടിയിരിക്കും. അത് ഞാനല്ലേ പറയുന്നത്. ഓ ശരി, ഞാൻ 10 മണിക്ക് മുന്നേ ഓഫീസിലെത്താം. അങ്ങോട്ട് വന്നാ മതി. ഈശ്വര, ഈ കേസങ്ങ് ജയിപ്പിച്ചേക്കണേ. പോയല്ലോ. എന്താ പ്രശ്നമായി. എന്താ സാറേ പ്രശ്നമായത്? ശേഖരന്റെ വക്കീലിനെ ഞാൻ കണ്ടുപിടിച്ചു. ആര്? നമ്മുടെ വക്കീലോ? അതെ, രാവിലെ മുതൽ ഒരു ഭയങ്കര കേസുണ്ടെന്നും ആ കേസ് വാദിച്ച് എന്നെ മാനം കെടുത്തെന്നും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴല്ലേ അവളുടെ മനസ്സിരിപ്പ് മനസ്സിലായത്. അവളാണ് ശേഖരന്റെ വക്കീല്. എന്നാ സാറ് നാറിന്ന് മാത്രം പറഞ്ഞ പോരാ, നാറി നാണം കെടും. എന്റെ സാറേ, വക്കീലാണ് കേസ് വാദിച്ച് ശേഖരന് സ്റ്റേ വാങ്ങിച്ചു കൊടുത്ത IT പാർക്കിന്റെ പണി അതോടെ തീരും. സാറിന്റെ വാശി കാരണമാണെന്ന് നാട്ടുകാർ പറയും, ഇല്ലേ? പറയുമായിരിക്കും, അല്ല പറയും. അതിപ്പോ നാട്ടുകാരാണെന്ന് കരുതി പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ആ കേസ് വാദിച്ച് സർക്കാരിനെ തോപ്പിച്ചത് സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന സാറിന്റെ ഭാര്യയാണെന്ന് അറിയുമ്പോ സർക്കാർ എന്തോ വിചാരിക്കും? സാറിന്റെ ഭാര്യയും കൂടി സർക്കാരിനെ നാറ്റിച്ചു എന്നല്ലേ ബുദ്ധിയുള്ളവർ പറയൂ. സാറേ, കളക്ടറും തഹസീൽദാരും കൂടെ ചേർന്ന് സാറിനെ നിർത്തിപ്പൊരിക്കും. ഇപ്പോ ഞാനെന്ത് ചെയ്യും ഉത്തമ? ആ കേസ് വാദിക്കരുതെന്ന് സത്യഭാമ വക്കീലിനോട് പറയണം. എന്ത്? ഞാൻ പറഞ്ഞവള് കേൾക്കൂ? കേൾപ്പിക്കണം. സാറേ, ഇത് സാറിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണേ. പക്ഷേ ഒരു പക്ഷയുമില്ല. വേറെ ഏതെങ്കിലും വക്കീലാണ് കേസ് വാദിക്കുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല. സ്റ്റേ വന്നാലും സാറിന് നിയമം പറഞ്ഞു നിൽക്കാമല്ലോ. പക്ഷെ സാറിന്റെ ഭാര്യ കേസ് വാദിച്ചാൽ അവളോട് പറഞ്ഞു നോക്കാനല്ലേ? പറഞ്ഞു നോക്കണമെന്ന്. ഉത്തരവാ. ഞാന് സ്വന്തം ഭർത്താവായ സാറ് പറഞ്ഞ കേൾക്കാത്തത് വക്കീല് ഞാൻ പറഞ്ഞാൽ കേൾക്കൂ? അത് മാത്രമല്ല, ചിലപ്പം സാറ് വക്കീലിന്റെ കാല് പിടിക്കേണ്ടതായിട്ട് വരും. കാല് പിടിക്കുമ്പോ ഞാൻ അടുത്തുണ്ടാവുന്നത് സാറിനൊരു കുറച്ചിലല്ലെങ്കിലും എനിക്കൊരു കുറച്ചിലാണല്ലോ. സാറേ, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാതെ അങ്ങോട്ട് ചെല്ല്. കളയാൻ സമയമല്ലേ? വേറെ വക്കീലിനെ കേസ് ഏൽപ്പിക്കാനുള്ള സമയം ഈ വക്കീലിന് കിട്ടണ്ടേ? ഞാൻ ഇവിടെ നിൽക്കാന്ന്. സാറ് പോയി സംസാരിക്കും, ബാക്കി പിന്നെ നമുക്ക് നോക്കാന്ന്. ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ പോയിട്ട് വരാം. ബെസ്റ്റ് ഭാര്യ ഭർത്താവ് ഭാര്യക്കെതിരെ കേസ് പറയുന്നു. ഈ കേസ് മിക്കവാറും കുടുംബ കോടതിയിലേ തീരൂ.
ഭാമേ, ഉം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നീ ഇന്ന് വാദിക്കാൻ പോകുന്നത് ശേഖരന്റെ കേസാണല്ലേ? അതെ, അത് മോഹനേട്ടൻ അറിഞ്ഞു. ഞാൻ നിന്റെ ഭർത്താവാണ്. ഒരു ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാത്തൊരു ഭാര്യയാണ് നീ. അപ്പൊ പിന്നെ എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞല്ലേ പറ്റൂ. മോഹനേട്ടനെ ഞാൻ എന്ത് കാര്യം അറിയിക്കാത്തത്? ഇന്നൊരു കേസുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് പറഞ്ഞു. ആ, പക്ഷെ അത് ശേഖരന്റെ കേസാണ് എന്ന് പറഞ്ഞില്ല. ഇന്നലെ ഞാൻ ഉൽപ്പലാഷിന്റെയും ബഷീറിന്റെയും കേസ് വാദിച്ചു. അത് ഞാൻ മോഹനേട്ടനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഉൽപ്പലാഷിനെയും ബഷീറിനെയും പോലെ അല്ല ശേഖരൻ. അവൻ സർക്കാരിനെ പറ്റിക്കാൻ പോകുന്നൊരു കള്ളനാണ്. അവന്റെ കേസ് നീ വാദിക്കാൻ പറ്റില്ല. ശേഖരൻ ഒരു കള്ളനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അഥവാ അയാൾ കള്ളനാണെങ്കിൽ എന്താ? കള്ളന്മാർക്കും കൊലപാതകൾക്കും വേണ്ടി ഹാജരാകാനും വക്കീലമാര് വേണ്ടേ? അല്ലെങ്കിൽ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എവിടെ എത്തും മോഹനേട്ടാ? നീതിയും ന്യായ വ്യവസ്ഥയ്ക്ക് എവിടെയെങ്കിലും പോയി കയറട്ടെ. പക്ഷെ നീ ശേഖരന്റെ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. ഞാൻ കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു വക്കീലാണ്. എനിക്ക് ഏത് കേസും വാദിക്കാം. അതിന് ആരുടെ അനുവാദം ആവശ്യമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഈ മോഹനേഷിന്റെ ഭാര്യയായ നീ സർക്കാരിനെതിരെ കേസ് വാദിക്കുന്നത് ശരിയല്ല. ഞാൻ തൈപ്പറമ്പിൽ മോഹനകൃഷ്ണന്റെ ഭാര്യയാണ്, അല്ലാതെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ ഭാര്യയല്ല. സർക്കാരും ആഫീസറും ഒക്കെ അങ്ങ് ആഫീസിൽ. ഇത് വീടാണ്. എനിക്ക് മനസ്സിലായി. ഇതാണ് നീ നേരത്തെ പറഞ്ഞത്, ഇന്നൊരു ദിവസം കൊണ്ട് നീ വലിയ പുള്ളിയാവുമെന്ന്. എടീ, സ്വന്തം ഭർത്താവിനെ പൊതുജനങ്ങളുടെ മുന്നിലിട്ട് നാണം കെടുത്തിട്ടാണോ വലിയ പുള്ളിയാകാൻ പോകുന്നത്? നീ ഈ കേസ് വാദിക്കാൻ സമ്മതിക്കില്ല. എന്റെ പേര് സത്യഭാമ എന്നാണെങ്കിൽ ഞാൻ ഈ കേസ് വാദിക്കും. എങ്കിൽ പിന്നെ നീ 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 ഇങ്ങോട്ട് വരണ്ട. എന്നെ നാണം കെടുത്തുന്നവർക്ക് താമസിക്കാനുള്ളതല്ല എന്റെ ഈ വീട്. ഇത് എന്റെയും കൂടെ വീടാണ്. ഈ മാസത്തെ വാടക കൊടുത്തത് ഞാനാണ്. ഞാൻ വാടക കൊടുക്കുന്ന വീട്ടിൽ എന്നെ കയറ്റിയില്ലെങ്കിൽ അത് അടുത്ത കേസാവും. എങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന പ്രശ്നമില്ല. നീ ഞെട്ടി. ഒരു കാര്യം ഉറപ്പാണ് ഭാവേ, നീ ശേഖരന്റെ കേസ് വാദിച്ചു ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ പഠിച്ചോട്ടില്ല. നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ എന്റെ പിന്നാലെ വന്ന് എന്റെ കാല് പിടിച്ചാലും ഞാൻ പിന്നെ തിരിച്ചു വരില്ല. വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല വരില്ല വരില്ല. ശരി മോഹനേട്ടാ, പക്ഷേ 3 നേരവും ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. അല്ലാതെ വിശക്കുമ്പോഴേക്കും ഭാമേ ഭാമേ എന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് കേറി വന്ന് നാണം കിടരുത്.